നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന 2025-26 +2 സുഗമ ഹിന്ദി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിനും ആനുവൽ എക്സാമിനും അതുപോലെ തന്നെ സുഗമ ഹിന്ദി പരീക്ഷയ്ക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു 3 മോഡൽ ക്വസ്റ്റ്യനാണ് കൊടുത്തിട്ടുള്ളത്. ഈ 3 മോഡൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ടിൽ എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും 100% കിട്ടും. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ഞാൻ ആദ്യം ഓരോ പേജ് കാണിക്കാം. ഇതിൽ 3 മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ മോഡൽ ക്വസ്റ്റ്യനാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ ഫോട്ടോസ് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അത് കോപ്പി എടുത്ത് പഠിക്കുക കേട്ടോ. അതിനുശേഷം ഓരോ പാർട്ടായിട്ട് ഞാൻ വീഡിയോ എടുത്ത് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം ചാപ്റ്ററിൻ്റെ പേരുകളൊക്കെ നോക്കി വയ്ക്കുക, ഓരോ കഥകൾ മനസ്സിലാക്കി വയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്കതെല്ലാം എഴുതിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് സെമീൻ ഏക്ക് സ്ലേറ്റ് കാ നാം കിസ് പിതാ കി രചന ഹെ. അപ്പോൾ സെമീൻ ഏക്ക് സ്ലേറ്റ് ഏത് ടൈപ്പ് രചനയാണ്? ഏത് രചനയാണ്? ആത്മകഥ. ആ കഥ അറിയാലോ, അച്ഛൻ്റെയും മകളുടെ അല്ലേ. അപ്പോൾ അച്ഛന് മകൾ വിവാഹം കഴിഞ്ഞ് പോകുന്നതിൻ്റെ സങ്കടവും പിന്നെ തനിക്ക് പ്രിയപ്പെട്ട വസ്തു നഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊരു ആത്മകഥയാണ്. അടുത്ത ആത്മീക ചഹര കിസ്കി രചന ഹെ. ആരുടെ രചനയാണ്? കുംഭർ നാരായണൻ. 3 ദഫാ സുന്നേ കെ ബാദ് ഭി ദിൽ കോ ഖരാർ നഹി ആയ. കിൻകോ? 3 തവണ വായിച്ചു എന്നിട്ട് കരച്ചിൽ നിർത്താൻ കഴിഞ്ഞില്ല. ആർക്കാണ്? ബാദ്ഷാക്കോ അല്ലേ. മാതൃഭൂമിക്ക് കരുതനി ക്യാ ഹെ. എന്താണ് കരുതനി? സമുദ്രം. മന്ദിർക്ക് ഇഷ്ടദേവ് കാ ഇഷ്ട നൈവേദ്യ ക്യാ ഹെ. ക്ഷേത്രത്തിലെ ദൈവത്തിൻ്റെ ഇഷ്ട നൈവേദ്യം എന്താണ്? കുമുദ് ഫൂല്. प्रश्नवाची शब्दों की सहायता से 2 प्रश्न बनाए. अनंग जी की कविता पढ़े. अनंग जी कविता पढ़ रहे हैं. അപ്പോൾ അവിടെ കോൺ എന്നും ക്യാ എന്നും ക്വസ്റ്റ്യനാണ് ഉണ്ടാക്കേണ്ടത്. കോൺ കവിത പഠ് രഹേ ഹെ. ആരാണ് കവിത വായിച്ചു കൊണ്ടിരിക്കുന്നത്? അനഞ്ജി ക്യാ പഠ് രഹേ ഹെ. അനഞ്ജി എന്താണ് വായിച്ചു കൊണ്ടിരിക്കുന്നത്? അടുത്ത 7ാമത്തേത് സാർത്ഥക വാക്യമേ ബദലെ മുझे ബേഹദ് സുകുൻ മിൽത്താ ഹെ. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക കേട്ടോ. അപ്പോൾ ചേർത്താണ് കിടക്കുന്നത്. അപ്പോൾ അതിന് ഗ്യാപ്പ് കൊടുത്ത് എഴുതുക. മുझे ബേഹദ് സുകൂൻ മിൽത്താ ഹെ. ഹായ് മുർച്ചാ രഹേ ദോ സുർമയി സുഗോമൾ രൂപ് കോൺ കോൺ സേ ഹെ. മുർച്ചായെ ഫൂൽ ഏവം ഉസ് ലड़की മുർച്ചായെ ചെഹരെ. അപ്പോൾ പൂവും വാടിയിരിക്കുന്നു, ആ പെൺകുട്ടിയുടെ മുഖവും വാടിയിരിക്കുന്നു. അടുത്ത നീലാംബർ കവിതയാണ്. നീലാംബർ പരിതൻ ഹരിത് തടുപ്പർ സുന്ദർ ഹെ. ഇവിടെ വരി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആൻസറും പിന്നെ കവിതയുടെ ആശയം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. മാതൃഭൂമി കാ പരിതൻ ക്യാ ഹെ. മാതൃഭൂമി കാ പരിതൻ നീലാംബർ ഹെ. മാതൃഭൂമി കാ വർണ്ണൻ കവിനെ കിസ് പ്രകാർ ക്യാ ഹെ. കവി എങ്ങനെയാണ് മാതൃഭൂമിയെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്? മാതൃഭൂമിക്ക് ഹരിത് തടുപ്പർ നീലെ ആകാശ് കാ വസ്ത്ര സുശോഭിത് ഹെ. സൂര്യ ഓർ ചന്ദ്ര ദോനോ ഇസ്കെ മുകുട് ഹെ. സൂര്യനും ചന്ദ്രനും ഇതിൻ്റെ കിരീടമായി അണിഞ്ഞിരിക്കുന്നു. സമുദ്ര മാതൃഭൂമിക്ക് കരുതനി ഹെ. മാതൃഭൂമിയുടെ കരുതനിയാണ് സമുദ്ര. ഫൂലർ താരെ ഇസ്കെ ഗഹനെ ഹെ. പൂക്കളും നക്ഷത്രങ്ങളും അതിൻ്റെ ആഭരണം. അപ്പം മാതൃഭൂമിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് കവിയോട് വർണ്ണിച്ചിരിക്കുന്നത്. നദിയാം പ്രേം പ്രഭാവ് ഹെ ഓർ ചിടിയ മാതൃഭൂമി കാ യശോഗാൻ കർത്തി ഹെ. നദികളിങ്ങനെ കളകള ഒഴുകുന്നു, പക്ഷികൾ മാതൃഭൂമിയുടെ ഗുണത്തെക്കുറിച്ച് പാടിക്കൊണ്ട് പോകുന്നു. ശേഷ് നാഗ് കാ ഫൺ ഇസ്കാ സിംഹാസൻ ഹെ. ബാക്കിയെല്ലാം അതിൻ്റെ സിംഹാസനം. കവി ने इस प्रकार മാതൃഭൂമി കാ വർണ്ണൻ അത്യന്ത് മനോഹർ ढंग से किया है. കവി ഇപ്രകാരം മാതൃഭൂമിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് മനോഹരമായിട്ട് വർണ്ണിക്കുന്നു. അപ്പോൾ മാതൃഭൂമിക്ക് ഹരിത് തടുപ്പർ നീലെ ആകാശ് കാ വസ്ത്ര സുശോഭിത് ഹെ. सूर्य और चंद्र दोनों इसके मुकुट है. समुद्र मातृभूमि की करदनी है. फूल और तारे इसके गहने हैं. नदियाँ प्रेम प्रवाह है और चिड़िया मातृभूमि का यशोगान करती है. शेषनाग का फण इसका सिंहासन है. कवि ने इस प्रकार मातृभूमि का वर्णन अत्यंत मनोहर ढंग से किया है. ഞാൻ കവിതയുടെ ആസ്വാദന ടിപ്പണിയാണ്. മാതൃഭൂമി ആരുടെ കവിതയാണ്? ദ്വിവേദി. ദ്വിവേദി യുഗീന് പ്രതിഭാശാലി കവി ശ്രീ മൈഥിലി ശരണഗുപ്തിൻ്റെ കവിതയാണ്. അപ്പോൾ മൈഥിലി ശരണഗുപ്തിക്ക് एक प्रतिभाशाली कविता है मातृभूमि. वे राष्ट्रकवि के नाम से जाने जाते हैं. അദ്ദേഹത്തെ രാഷ്ട്രകവി എന്ന രീതിയിൽ അറിയപ്പെടുന്നു. इसमें कवि मातृभूमि की महिमा का गुणगान करते हैं. ഇതിൽ കവി മാതൃഭൂമിയുടെ ഗുണത്തെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. इसमें देश के लिए इसमें कवि मातृभूमि की महिमा का गुणगान करते हैं.
इसमें देश के लिए सर्वत्र समर्पित करने के लिए तैयार होने वाले ദേശവാസിयों की भावना का चित्रण भी है. അപ്പം നമ്മുടെ ദേശത്തിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്ന ദേശവാസികളെക്കുറിച്ചാണ് കവിയുടെ വർണ്ണിക്കുന്നത്. इन पंक्तियों में कवि मातृभूमि के सगुण मूर्ति का वर्णन करते हैं. इन पंक्तियों में ഈ വരികളിൽ കവി മാതൃഭൂമിക്ക് സഗുണ മൂർത്തി का वर्णन करते हैं. സകലകല വല്ലഭയായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. मातृभूमि के हरित तट पर नीले आकाश का वस्त्र सुशोभित है. ആകാശത്ത് നീലവസ്ത്രം ധരിച്ചതുപോലെ ശോഭിക്കുന്നു. सूर्य और चंद्र दोनों इसके मुकुट है. समुद्र मातृभूमि की करदनी है. फूल और तारे इसके गहने है. പൂക്കളും നക്ഷത്രങ്ങളും ഇതിൻ്റെ ആഭരണമാണ്. नदियाँ प्रेम प्रवाह है और चिड़िया मातृभूमि का यशोगान करती है. शेषनाग का फण इसका सिंहासन है. बादल मातृभूमि पर अभिषेक करते हैं. बादल എന്ത് ചെയ്യുന്നു? മാതൃഭൂമിക്ക് അഭിഷേകം ചെയ്യുന്നു. कवि कहते हैं कि वस्त्र वास्तव में मातृभूमि सर्वेश का साकार मूर्ति है. कवि अपनी मातृभूमि के लिए अत्यंत आत्मसमर्पण करना चाहते हैं. അപ്പോൾ കവി എൻ്റെ മാതൃഭൂമിക്ക് വേണ്ടി എല്ലാം അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. देश प्रेम से मुखरित इस कविता में कवि मातृभूमि के साकार रूप का वर्णन करते हैं. कवि देश के लिए सर्वस्व समर्पण करने की प्रेरणा भी देते हैं. उनकी भाषा अत्यंत सुंदर और प्रवाहमयी है. അപ്പോൾ കവിതയുടെ ആശയമൊക്കെ നന്നായിട്ട് വായിച്ചു പഠിക്കുക കേട്ടോ. അടുത്ത് 12ാമത്തെയാണ് വായിക്കുന്നത്. ഹൈക്കു കവിതയാണ്. മാൻ നാ മാൻ മേ തേരാ മെഹ്മാൻ ബനെ ബൂട്ടാപ്പ. അപ്പോൾ ഹൈക്കു കവിത 3 വരിയേ ഉള്ളൂ. പക്ഷേ അതിൽ ആഴത്തിലേക്ക് ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ കവി പറയുന്നതാണ്, നമ്മൾ മാനിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ വാർദ്ധക്യം നമ്മുടെ വഴി എന്ത് ചെയ്യും വരും. അപ്പം നമ്മളത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ ഹൈക്കു മൂല രൂപ സെ ജാപ്പാനി കവിത രൂപഹേ. ഇതൊരു ജാപ്പാനി കവിതയാണ്. ഹൈക്കു കവിത 3 पंक्तियों में लिखी जाती है. 3 വരികളായിട്ടാണ് എഴുതുന്നത്. डॉक्टर भगवत चरण अग्रवाल हिंदी के प्रमुख हाइकू लेखक है. अग्रवाल हिंदीയിലെ പ്രമുഖ हाइकू लेखകനാണ്. उन्होंने हिंदी काव्य जगत में हाइकू को एक अलग पहचान दिया है. അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിന് ഒരു വ്യത്യസ്തമായ ഒരു പരിചയമാണ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. डॉक्टर भगवत चरण अग्रवाल की इसी हाइकू में परिवर्तन के बारे में कहा गया है. അപ്പോൾ കവി ഇവിടെ മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. പരിവർത്തൻ, മാറ്റം. അപ്പോൾ മാറ്റങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. हर व्यक्ति बूढ़ापे को अपना दुश्मन मानता है. എല്ലാ വ്യക്തികളും വാർദ്ധക്യത്തെ തന്നോട് ശത്രുവായിട്ടാണ് കാണുന്നത്. അപ്പോൾ വാർദ്ധക്യം നമ്മൾ അംഗീകരിച്ചേ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് കുട്ടിക്കാലമുണ്ട്, യൗവനമുണ്ട്, വാർദ്ധക്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ലേക്കിൻ ബൂട്ടാപ്പ ഹം സബ്കെ ജീവൻ മേ ബിനാ ബുലായെ മെഹ്മാൻ കി തര ആത്തെ ഹെ. പക്ഷേ വാർദ്ധക്യം നമ്മൾ വിളിക്കാതെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ അത് അതിഥിയായിട്ട് വരാറുണ്ട്. പരന്തു പരിവർത്തനം പ്രകൃതിക നിയമ ഹെ. അതായത് മാറ്റം പ്രകൃതിയുടെ നിയമമാണ്. ഹരേക്കു കോ ഉസി സ്വീകാർ കർണ പടേക. എല്ലാവരും അതിനെ സ്വീകരിച്ചേ മതിയാവും. तो हाइकू मूल रूप से जापानी कविता रूप है. किसका कैसा रूप कविता है? जापानी कविता है. हाइकू कविता 3 पंक्तियों में लिखी जाती है. कितनी पंक्तियों में लिखी जाती है? 3 पंक्ति. डॉक्टर भगवती शरण अग्रवाल हिंदी के प्रमुख हाइकू लेखक है. कवि का नाम क्या है? भगवती शरण अग्रवाल हिंदी के प्रमुख हाइकू लेखकനാണ്. उन्होंने हिंदी काव्य जगत में हाइकू को एक अलग पहचान दिया है. उन्होंने क्या किया? हिंदी काव्य जगत में हाइकू को एक अलग पहचान दिया है. डॉक्टर भगवती शरण अग्रवाल की इस हाइकू में परिवर्तन के बारे में कहा गया है. हर व्यक्ति बूढ़ापे को अपना दुश्मन मानता है. हर व्यक्ति किसको दुश्मन मानता है? बूढ़ापे को. लेकिन बूढ़ापे हम सबको जीवन में बिना बुलाए मेहमान की तरह आते हैं. परंतु परिवर्तन प्रकृति का नियम है. हर एक को उसे स्वीकार करना पड़ेगा. അടുത്തത് 13ാമത്തേതാണ്. बहादुर शाह സഫറിൻ്റെതാണ്. അപ്പോൾ 3 दफ़ा सुनने के बाद भी दिल को करार नहीं आया. 3 പ്രാവശ്യം കത്ത് വായിച്ചിട്ട് മനസ്സിനെ അടക്കി നിർത്തിയാണ്. കരച്ചിൽ വന്നിട്ടും അടക്കി നിർത്തിയിരിക്കുകയാണ്. ദില്ലി വാലെ മുझको रोते होंगे वे क्या यह नहीं जानते कि मैं उनको रोता हूँ. അപ്പോൾ ദില്ലി നിവാസികൾ എന്നെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് അറിയാം ഞാനും അവരെ ഓർത്ത് ഒരുപാട് ദുഃഖിക്കുകയാണെന്ന്. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളൊരു സംഭവമാണ് കവി ഇവിടെ വർണ്ണിക്കുന്നത്. ബാദുഷാ ദില്ലിക്ക് അന്തിമ മുഗൾ ശാസകത്തെ. ബാദുഷാ ആയിരുന്നു ദില്ലിയിലെ അവസാന മുഗൾ ഭരണാധികാരി, ഭരണാധികാരി. बेटी के नाम अंग्रेज़ों के कैद में रहकर बादशाह द्वारा अपनी बेटी को लिखी गई चिट्ठी है. അപ്പോൾ ബേട്ടി കാ നാം എന്ന് പറയുന്ന രചന ബ്രിട്ടീഷുകാരുടെ
തടവിൽ കഴിഞ്ഞ സമയത്ത് ബാദഷായ്ക്ക് തൻ്റെ മകൾ എഴുതിയൊരു കത്താണ്. അപ്പോൾ ഉൻകോ അപ്പനി ബേട്ടി കാ ഖത്ത് ആസുനാമ ജൈസാലഹ. അദ്ദേഹത്തിന് മകളുടെ കത്ത് വായിച്ചപ്പോൾ വളരെ ദുഃഖകരമായി തോന്നി. ബേട്ടിക്ക് ഖത്ത് മേ ദില്ലി വാലോം കി യാതനാവും കാ വിവരണ ത. ആ കത്തിൽ മുഴുവനും ഡൽഹി നിവാസികളുടെ വേദനകളായിരുന്നു. വഹ് ആസുനാമ 3 ബാർ പഠിക്കർ സുന്നെ पर भी उनको दिल को സാന്ത്വന നഹി മില. അവിടുത്തെ ദുരാചാരങ്ങളും അവിടുത്തെ അവരുടെ കഷ്ടപ്പാടിലൊക്കെ കുറേ തവണ വായിച്ചിട്ട് എന്ത് ചെയ്താൽ മനസ്സിനെ അടക്കാൻ കഴിഞ്ഞില്ല. अपने परिवार और प्रजा के प्रति गहरा प्यार उनके चरित्र की बड़ी विशेषത है. തൻ്റെ ഫാമിലിയോടും പ്രജകളോടും അഗാധമായ സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വിശേഷത. बादशाह अपने देशवासियों के प्रति प्रेम और सहानुभूति रखने वाली प्रजा हितैषी शासक थे. अपने परिवार और प्रजा के प्रति गहरा प्यार और उनकी ചരിത്ര की बड़ी വിശേഷത है. തൻ്റെ ഫാമിലിയോടും തൻ്റെ പ്രജകളോടുള്ള സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. बादशाह अपने देशवासियों के प्रति प्रेम और सहानुभूति रखने वाले പ്രജാ ഹിതൈഷി ശാസകത്തെ. അദ്ദേഹം തൻ്റെ പ്രജകളെ വളരെയധികം സ്നേഹിക്കുന്ന സഹാനുഭൂതി നിറഞ്ഞ ഒരു ഭരണാധികാരിയായിരുന്നു. ഖൈദ് മേ രഹത്തെ സമയ ഭി വഹ അപ്പനി പ്രജ और उनकी यातनाओं के बारे में सोचकर रोते हैं. കഠിന തടവിൽ ആയിരുന്ന സമയത്തും അദ്ദേഹം തൻ്റെ പ്രജകളുടെ വേദനകളെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. ഉൻകാ മൻ അപ്പനെ ദേശ് ഓർ ദേശവാസിയോ കെ പ്രതി സദാ വ്യസ്ത് രഹ. അദ്ദേഹത്തിന് തൻ്റെ ദേശത്തെക്കുറിച്ചും ദേശവാസികളെക്കുറിച്ചും എപ്പോഴും വേദനയായിരുന്നു. വേ ബഡേ സാഹസിയവൻ നിഡർ ഭീത്ത്. വളരെ സാഹസികനും ധൈര്യശാലിയുമായിരുന്നു. ഉൻകാ इसके सशक्त नसरबंदी वे अपनी बेटी को खत लेकर किसी तरह से दिल्ली तक पहुंचाने की कोशिश करते थे. അങ്ങനെ അദ്ദേഹം ഡൽഹിയിലിരുന്ന സമയത്ത് തൻ്റെ മകൾക്ക് എങ്ങനെയും കത്തയക്കണമെന്നൊക്കെ അദ്ദേഹം ചിന്തിച്ചു. ഇസ് ജവാബി പത്ര ഹമേ ഏക ആദർശ एवं न्यायप्रिय तथा अपने देश के लिए സ്വയം സമർപ്പിത് ബാദഷാ കാ ചരിത്രം മിൽത്താ ഹെ. അപ്പോൾ ഈ കത്ത് ഒരു നിസ്സാര കത്തല്ല. ഇതിൽ നമ്മുടെ ആദർശങ്ങളും ന്യായങ്ങളും നമ്മുടെ ദേശസ്നേഹവുമാണ് കവി ഇവിടെ ബാദഷാ ഇവിടെ പരിചയപ്പെടുന്നത്. ഇസ് പ്രകാർ ബാദഷാ ഏക ആദർശ സമ്രാട്ടിക്ക് ഛാപ്പ് ഹമേ ദേത്തെ ഹെ. ഇപ്രകാരം അദ്ദേഹം ഒരു ആദർശനായ ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം ചെയ്തു വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. बादशाह दिल्ली के अंतिम मुगल शासक थे. बेटी के नाम अंग्रेज़ों के कैद में रहकर बादशाह द्वारा अपनी बेटी को लिखी गई चिट्ठी है. उनको अपनी बेटी का खत आंसुनामा जैसा लगा. बेटी के खत में दिल्ली वालों की यातनाओं का विवरण था. वह आंसुनामा 3 बार पढ़कर सुनने पर भी उनके दिल को सांत्वना नहीं मिला. अपने परिवार और प्रजा के प्रति गहरा प्यार उनके चरित्र की बड़ी विशेषता है. बादशाह अपने देशवासियों के प्रति प्रेम और सहानुभूति रखने वाले प्रजा हितैषी शासक थे. कैद में रहते समय भी वह अपने प्रजा और उनकी यातनाओं के बारे में सोचकर रोते हैं. उनका मन अपने देश और देशवासियों के प्रति सदा व्यस्त रहा. वे बड़े साहसी व निडर भी थे. इतने सख्त नसरबंदी में भी वे अपनी बेटी को खत लेकर किसी तरह उसे दिल्ली तक पहुंचाने की कोशिश करते हैं. इस जवाबी पत्र हमें एक आदर्श एवं न्यायप्रिय तथा अपने देश के लिए स्वयं समर्पित बादशाह का परिचय मिलता है. इस प्रकार बादशाह एक आदर्श सम्राट की छाप हमें देते हैं. മനസ്സിലായല്ലോ. അടുത്ത് വരുന്നത് ദോസിയെ കുറിച്ചാണ്. മേരി ജീത്ത് തേരി ജീത്ത് തേരി ഹാർ മേരി ഹാർ. ഇപ്പോൾ ദോസിയെക്കുറിച്ച് ഉള്ള വിശേഷത ടിപ്പണിയൊക്കെ ചോദിക്കാം. പിന്നെ വരുന്നത് പ്രൊഫൈലാണ്. ഹരിശങ്കർ പ്രസാദിയെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതാനാണ്. അതിന് സംക്ഷേപത്തിൽ എഴുതാനും ചോദിക്കും. പാരഗ്രാഫ് നിന്ന് വരുന്ന ചെറിയ ക്വസ്റ്റ്യൻ ആൻസറും ചോദിക്കാം. പിന്നെ വരുന്നത് മുർഗിയാണ്. മുർഗിയുടെ വാർത്താലാപ്. പിന്നെ ഒരു പോസ്റ്റർ കൊടുത്തിട്ടുണ്ട് ഹിന്ദി ദിവസത്തിനെ കുറിച്ച്. പിന്നെ ഇംഗ്ലീഷ് സെൻറ്റൻസ് തന്നിട്ട് അതിൻ്റെ ഹിന്ദിയിലോട്ട് എഴുതാനുള്ളത്.
പിന്നെ ഇംഗ്ലീഷ് വാക്ക് എന്നിട്ട് തന്നെ എഴുതാനുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അതൊക്കെ കറക്റ്റായിട്ട് വായിച്ച് വയ്ക്കുക. ഗ്രാവിറ്റേഷൻ ഗുരുത്വാകർഷണം, എനർജി ഊർജ്, ഫിസിക്സ് ഭൗതികി, വൈറസ് വിഷാണു, സെസ് ഉപകാർ, സാറ്റലൈറ്റ് ഉപഗ്രഹ, അഡ്വാൻസ് പേശകി, സുയോളജി, ജന്തുവിജ്ഞാനം. പിന്നെ ബേട്ടി മറ്റേ സെമീനിയൊക്കെ സ്റ്റേറ്റ് അതുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ളൊരു ഡയറി ഉണ്ട്. പിന്നെ ഒരു പരസ്യം കൊടുത്തിട്ടുണ്ട് ചായയുടെ കുറിച്ച്. ലാസ്റ്റ് വരുന്നത് കത്താണ്, പാരാമാരിബോയെക്കുറിച്ചുള്ള സൂരിനാമിൻ്റെ അത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വായിച്ചത് ടൈപ്പ് കഴിഞ്ഞു. 13 വരെയുള്ള ആൻസറാണ് വായിച്ചത്. 14 മുതൽ 26 വരെയുള്ളത് അടുത്ത സെക്കൻഡ് പാർട്ട് വീഡിയോസായിട്ട് നൽകുന്നതാണ്. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതിലുള്ള നോട്ടിൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചാൽ പെട്ടെന്ന് എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക്, ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക കേട്ടോ.